വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്യൂ ക്യാമി. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഗൊഡോക്സിൻ്റെ ലെക്സ് മാസ്റ്റർ എന്നുള്ള ലൈറ്റിംഗ് ഡിവൈസാണ്. അപ്പോൾ ലെക്സ് മാസ്റ്റർ എന്തിനാണെന്ന് ചോദിച്ചാൽ വളരെ കോമ്പാറ്റബിളായിട്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നമുക്ക് ഗൊഡോക്സിൻ്റെ തന്നെ AD200 പകരം വെക്കാൻ പറ്റുന്ന എങ്കിൽ ബൾക്കി അല്ലാത്ത വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റാണ്. മാത്രമല്ല ഇതിനകത്തൊരു റിഫ്ലക്ടർ കൂടെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇത്രയും സാധനങ്ങൾ അതിനകത്ത് വരുന്ന ഈസി ആയിട്ട് ഈ ലൈറ്റ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. ഇത് നമുക്ക് ഡിറ്റാച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു ലൈറ്റാണ്. അപ്പോൾ വളരെ സേഫായിട്ട് ഇരിക്കാൻ വേണ്ടി ബൾബ് ഇതിനകത്താണ് ഉൾക്കൊള്ളിച്ചേക്കുന്നത്. നമുക്ക് ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഈ ലൈറ്റ് പുറത്ത് വരും. അത് കഴിഞ്ഞ് നമുക്കിത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൺട്രോളിങ് ഡിവൈസ് എല്ലാം ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. സെറ്റ് ചെയ്താൽ നമുക്ക് 128 മുതൽ നമുക്ക് ഇതിൻ്റെ ലൈറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു സ്വിച്ചാണ്. അത് വെച്ചിട്ട് നമുക്ക് ഇത് മാനുവലിലോ അല്ലാതെയോ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയുന്നൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാമറയോടൊപ്പം ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്ലാഷ് പോലെ നമുക്കിങ്ങനെ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ട് ക്യാമറയ്ക്കൊപ്പം, അതായത് നേരത്തെ നമ്മൾ ക്യാമറയുടെ മുകളിൽ ഫ്ലാഷ് ഉപയോഗിച്ചിരുന്ന പോലെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഒരു ഓപ്ഷൻ അല്ല, നമുക്ക് ഏതെങ്കിലും ഒരു ആംഗിളിൽ ബ്രൈഡ് ഗ്രൂം അല്ലെങ്കിൽ മോഡലിങ്ങിന് ഏതെങ്കിലും ആംഗിളിലൊക്കെയാണ് ലൈറ്റ് വേണ്ടതെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ അസോസിയേറ്റ്സിൻ്റെ കയ്യിൽ കൊടുക്കാൻ പറ്റും. ബൾക്കി അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതിങ്ങനെ ഹാൻഡ് ഹെൽഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പ്രശ്നമില്ല. പ്രത്യേകിച്ച് സ്റ്റാൻഡോ അല്ലെങ്കിൽ എസ് ബ്രാക്കറ്റോ ഒന്നും ഇതിന് ആവശ്യം വരുന്നില്ല. അല്ല, നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡിനെട്ട് ഉപയോഗിച്ചിട്ട് സ്റ്റാൻഡിൽ ഇത് ഘടിപ്പിച്ച് വെക്കാനുള്ളൊരു ഓപ്ഷനും ഇതിനകത്ത് വരുന്നുണ്ട്. ഏറ്റവും വലിയ അടുത്തൊരു അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഈ ഒരു റിഫ്ലക്ടറാണ്. അത് വളരെ കോമ്പാക്റ്റ് ആയിട്ട് റിഫ്ലക്ടർ കൊണ്ടു കിടക്കുക എന്നുള്ളതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് സിൽവർ മോഡൽ ഉപയോഗിക്കാൻ പറ്റുന്ന റിഫ്ലക്ടർ വളരെ കോമ്പാക്റ്റ് ആയിട്ട് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്കിങ്ങനെ ഇതിനെ റിഫ്ലക്ടറായിട്ട് മാറ്റാൻ പറ്റും. ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോക്കുണ്ട്. ഈ ലോക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിഫ്ലക്ടറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലായി ഈസി ആയിട്ട് ഇതിനെ ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ഇനി കളർ ഫിൽറ്റേഴ്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കളർ ഫിൽറ്റേഴ്സ് ഇവിടെ ഉപയോഗിക്കാം. ഇത് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആയതുകൊണ്ട് നമുക്ക് എവിടെയാണോ ലൈറ്റ് പ്രത്യേകിച്ച് ഫിൽ ലൈറ്റ് കൊടുക്കേണ്ടടുത്ത് ഫ്ലാഷ് ലൈറ്റ് കൊടുക്കേണ്ടതെല്ലാം ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു സിംപ്ലസ്റ്റ് ഡിവൈസാണ്. ഏകദേശം ഒരു 22,000 വില വരുന്നൊരു പ്രോഡക്റ്റാണത്. ഓക്കെ, താങ്ക് യു.